മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തെയും ആഗോള രാഷ്ട്രീയത്തെയും പൂർണ്ണമായി മാറ്റിമറിച്ച ഇറാൻ-യു.എസ്-ഇസ്രായേൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നടന്ന ഏറ്റവും നിർണായകമായ ആ വ്യോമാക്രമണത്തെക്കുറിച്ച് അതീവ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിൽ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിനിടയാക്കിയ കനത്ത ആക്രമണത്തിൽ നിന്നും താൻ എങ്ങനെയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ജീവനോടെ പുറത്തുവന്ന തൻ്റെ അതിജീവനത്തിൻ്റെ ഭീതിപ്പെടുത്തുന്ന കഥയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ആഗോള മാധ്യമമായ RT ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകളിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ നിർണായക പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി അന്താരാഷ്ട്ര നയതന്ത്ര ലോകം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പല വിവരങ്ങളിലേക്കുമാണ് ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ വെളിച്ചം വീശുന്നത്. ആധുനിക ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണവും ഭയാനകവുമായ ആ നിമിഷങ്ങൾക്ക് തൊട്ടടുത്ത് നിന്ന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയുടെ ആദ്യത്തെ ഔദ്യോഗിക വിവരണമാണിത്. ഇറാന്റെ പരമോന്നത നേതൃത്വം നിലയുറപ്പിച്ചിരുന്ന അതീവ സുരക്ഷിതമായ ആ സൈനിക കോമ്പൗണ്ടിനുള്ളിൽ താൻ ഉണ്ടായിരുന്ന സമയത്താണ് ശത്രുക്കളുടെ അത്യാധുനിക മിസൈലുകൾ പതിച്ചതെന്ന് അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കിക്കൊണ്ട് അതിശക്തമായ ബോംബുകളാണ് ആ കെട്ടിടത്തിന് മേൽ വർഷിക്കപ്പെട്ടത്. മിസൈലുകൾ വന്നു പതിച്ച നിമിഷം തന്നെ കൂറ്റൻ കോൺക്രീറ്റ് സൗധങ്ങൾ തകർന്നടിയുകയായിരുന്നു. ആക്രമണത്തിന്റെ തീവ്രതയിൽ കെട്ടിടം പൂർണ്ണമായും തകരുകയും താൻ കിലോ കണക്കിന് ഭാരമുള്ള അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തുവെന്ന് അരാഗ്ചി ഓർക്കുന്നുണ്ട്. ശ്വാസമെടുക്കാൻ പോലും കഴിയാത്തവണ്ണം പുകപടലങ്ങളും പൊടിയും നിറഞ്ഞ ആ ഇരുണ്ട അന്തരീക്ഷത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ രക്ഷാപ്രവർത്തകരുടെയും കൂടെയുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും അടിയന്തര ഇടപെടൽ മൂലമാണ് അവശിഷ്ടങ്ങൾ വകഞ്ഞുമാറ്റി തനിക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഈ അതിശക്തമായ ആക്രമണത്തിലാണ് ഇറാന്റെ ദീർഘകാല പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നത്. ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറിയ സംഭവമായിരുന്നു അത്. രാജ്യത്തിൻ്റെ എല്ലാവിധ നയതന്ത്ര രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും അവസാന വാക്കായിരുന്ന ഒരു നേതാവിനെ യുദ്ധത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞത് ശത്രുപക്ഷത്തിൻ്റെ വലിയൊരു തന്ത്രപരമായ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. ഈ വർഷം ഫെബ്രുവരി 28-നാണ് ഇറാനെയും ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ച ആ വ്യോമാക്രമണം അരങ്ങേറിയത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇറാന്റെ ഹൃദയഭാഗത്തേക്ക് ഈ മിസൈലുകൾ പാഞ്ഞു വന്നത്. ഇറാന്റെ ചരിത്രത്തിലെ ആക്രമണത്തിന് മുൻപും പിൻപും എന്ന രീതിയിൽ രണ്ടായി വിഭജിക്കാൻ പോന്നത്ര വലിയ ആഘാതമാണ് ഈ സംഭവം ഇറാനിയൻ സമൂഹത്തിലും ഭരണകൂടത്തിലും ഉണ്ടാക്കിയത്. അബ്ബാസ് അരാഗ്ചി നൽകിയ ഈ ആദ്യ വിവരണം ആക്രമണത്തിൻ്റെ ഭീകരത എത്രത്തോളമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. സാധാരണക്കാരും മാധ്യമങ്ങളും ദൂരെ നിന്ന് മാത്രം കണ്ട ആ വലിയ പുകപടലങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാൻ ഈ വെളിപ്പെടുത്തലിന് കഴിഞ്ഞിട്ടുണ്ട്. ശത്രുക്കളുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രങ്ങളെപ്പോലും എത്ര കൃത്യതയോടെയാണ് നിരീക്ഷിച്ചിരുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ആയത്തുള്ള അലി ഖമേനിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നാലെ ഇറാൻ ഭരണകൂടത്തിന് കനത്ത ആഭ്യന്തര പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നു. രാജ്യം ഒരു വലിയ യുദ്ധത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ പരമോന്നത നേതാവിൻ്റെ കസേര ഒഴിഞ്ഞുകിടക്കുന്നത് വലിയ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ഇറാൻ വളരെ വേഗത്തിലാണ് പുതിയ തീരുമാനത്തിലേക്ക് എത്തിയത്. ഭരണപരമായ അസ്ഥിരത ഒഴിവാക്കാൻ ഇറാന്റെ സുപ്രധാന സമിതികൾ അടിയന്തര യോഗം ചേരുകയുണ്ടായി. തുടർന്ന് അന്തരിച്ച നേതാവിൻ്റെ മകനായ ആയത്തുള്ള മൊജ്തബ ഖമേനിയെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കലുഷിതമായ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ രാജ്യത്തെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി മൊജ്തബ ഖമേനിയാണെന്ന വിലയിരുത്തലിലാണ് ഇറാൻ എത്തിച്ചേർന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിപ്ലവകാരിലും വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് പുതിയ നേതാവ്. അബ്ബാസ് അരാഗ്ചി നടത്തിയ ഈ പുതിയ വെളിപ്പെടുത്തൽ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ എത്രത്തോളം വലിയ നയതന്ത്രജ്ഞനാണ് മരണമുഖത്ത് നിന്നും രക്ഷപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം ഇതിലൂടെ പുറത്തു വരുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വരും തലമുറകളെപ്പോലും ബാധിക്കുന്ന തരത്തിലുള്ളതാണെന്ന് ഈ വെളിപ്പെടുത്തലുകൾ അടിവരയിടുന്നുണ്ട്. ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ വാക്കുകളെ വിശകലനം ചെയ്യുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായ ഈ വലിയ നഷ്ടം ഇറാന്റെ വരാനിരിക്കുന്ന നയതന്ത്ര നീക്കങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. പുതിയ നേതാവായ മൊജ്തബ ഖമേനിയുടെ കീഴിൽ ഇറാൻ കൂടുതൽ കടുത്ത പ്രത്യാക്രമണങ്ങളിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയും ശക്തമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സുരക്ഷാ വിഭാഗങ്ങളും ഈ പ്രസ്താവനയെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ വ്യോമാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോഴും രാജ്യത്തിൻ്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അവർക്ക് വലിയൊരു നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്.
ഇറാന്റെ ആണവ പദ്ധതികളും സൈനിക വിന്യാസങ്ങളും കൂടുതൽ ശക്തമാക്കാൻ ഈ സംഭവം പ്രകോപനമായേക്കാം. ഇറാന്റെ ആഭ്യന്തര ജനവിഭാഗങ്ങൾക്കിടയിലും ഈ വാർത്ത വലിയ തോതിലുള്ള വൈകാരിക ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തങ്ങളുടെ പരമോന്നത നേതാവിന്റെ മരണത്തിന് കാരണക്കാരായവരോട് കനത്ത പ്രതികാരം ചെയ്യണമെന്ന ആഹ്വാനങ്ങൾ രാജ്യത്തുടനീളം ഉയരുന്നുണ്ട്. വിദേശകാര്യമന്ത്രി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ദൈവികമായ ഇടപെടലായിട്ടാണ് ഇറാനിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ യുഎസും ഇസ്രായേലും തമ്മിലുള്ള സൈനിക സഖ്യത്തെ കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിച്ചേക്കാം. ഇറാന്റെ ഭരണകൂടത്തെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ വ്യോമാക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഈ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തൻ്റെ അതിജീവന കഥ വിവരിക്കുന്നതിനൊപ്പം തന്നെ ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ രാജ്യം ഏതറ്റം വരെയും പോകുമെന്ന ശക്തമായ മുന്നറിയിപ്പും അബ്ബാസ് അരാഗ്ചി നൽകുന്നുണ്ട്. തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം RT ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇറാന്റെ ആയുധശേഖരവും മിസൈൽ ശേഷിയും ഇപ്പോഴും ശക്തമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യ, ചൈന തുടങ്ങിയ ആഗോള ശക്തികളുടെ നിലപാടുകളും ഇറാന് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഈ രാജ്യങ്ങൾക്ക് മുമ്പ് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അബ്ബാസ് അരാഗ്ചി പുറത്തുവിട്ട പുതിയ വിവരങ്ങൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. ഫെബ്രുവരി 28 ആ കറുത്ത ദിനത്തെക്കുറിച്ച് ഇറാന്റെ വിദേശകാര്യമന്ത്രി നടത്തിയ വെളിപ്പെടുത്തലുകൾ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു യുദ്ധഭീതിയുടെ നിഴലിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്ന അതിജീവനത്തിന്റെ ഈ കഥ കേവലം ഒരു വ്യക്തിയുടെ വിവരണമല്ല, മറിച്ച് ആഗോള വൻശക്തികൾ തമ്മിൽ നടക്കുന്ന ക്രൂരമായ അധികാര പോരാട്ടത്തിന്റെ നേർചിത്രമാണ്. വരും ദിവസങ്ങളിൽ ഈ യുദ്ധഭൂമിയിൽ നിന്നും ഇനിയും എത്രയോ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ്.